അതെ, കാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പെൺകുട്ടി പ്രസവിച്ചു കേട്ടല്ലോ, എവിടെയാ? പെണ്ണമ്മേ, ഇവിടെ വന്ന്. അകത്ത് കിടക്കുന്ന ആളുടെ കാര്യങ്ങൾ സമയാസമയങ്ങളിൽ നോക്കാനാണ് പെണ്ണമ്മേനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പുറംപണിയൊന്നും പെണ്ണമ്മ ചെയ്യണ്ട, അകത്തെ പണികൾക്കാണ് പെണ്ണമ്മേനെ ആവശ്യം. മനസ്സിലായ? എന്നാ കയറിപ്പോ. സിദ്ധാർത്ഥന്റെ തൻ്റെ അല്ലായിരുന്നെങ്കിൽ നിന്നെ കുഞ്ഞിനെ ചിലപ്പോൾ നഷ്ടമായേനെ. എല്ലാവരെയും ഞാൻ ഒരുപാട് പേടിപ്പിച്ച് കളഞ്ഞൂലേ? പേടിപ്പിച്ചോന്നാ? ഇതിനു മുമ്പ് ആരും ഇത്രയും സ്പീഡിൽ മലയും പുഴയൊന്നും ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ചുന്ദരിവാവയുടെ മുഖം കണ്ടപ്പോൾ അതെല്ലാം മറന്നു. ഇനി ഉണ്ണിമോൾക്കൊരു കുഞ്ഞനിയൻ. എൻ്റെ അമ്മോ. പെണ്ണമ്മേ, എന്തിനാ പെണ്ണമ്മേ എനിക്കിങ്ങനെ വെച്ച് വിളമ്പി തരുന്നത്? ഈ കിടപ്പിൽ നിന്നൊരു മോചനം കിട്ടിയാൽ മതിയായിരുന്നു. എടുത്ത് ഇതൊന്ന് കഴിക്ക്. വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സങ്ങട് തളർത്തണ്ട ഇനിയും. രോഹിണി അജയൻ കുട്ടനോട് പിണങ്ങി പോയപ്പോൾ മുതൽ മനസ്സിനകത്തൊരു തളർച്ച കൂടുതലാ. ഉണ്ണിക്കുട്ടനെയെങ്കിലും അടുത്തൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. രോഹിണി കുഞ്ഞ് വരുമെന്നേ. വരുമെന്ന് തോന്നുന്നില്ല. അവനെ കൊണ്ട് അത്രയ്ക്ക് സഖി കെട്ടിട്ടല്ലേ അവൾ ഈ പടി ഇറങ്ങിപ്പോയത്. കേരളത്തിൽ ഇപ്പോഴും വാഹനങ്ങൾ എത്തിച്ചേരാത്ത ഒരുപാട് മലമ്പ്രദേശങ്ങളുണ്ട്. കാട്ടിനുള്ളിലൂടെ പുഴ കടന്ന് മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് മണിയൻകാവ്. ഇന്ന് രാവിലെ മണിയൻകാവ് വാസിയായ വാസുവിന്റെ ഭാര്യയെ കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒരുപറ്റം ചെറുപ്പക്കാർ അതിസാഹസികമായി സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയുണ്ടായി. പുഴയിറങ്ങി വരുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സെസ്കി എന്ന ചെറുപ്പക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്യമത്തിന് നേതൃത്വം വഹിച്ച നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ സിദ്ധാർത്ഥന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടുനോക്കാം. അതെ, ഈ ഊരിലെല്ലാം പ്രസവം എടുക്കുന്ന കാർത്തേനെ തള്ളയാ. വയറ്റാട്ടി തള്ള എന്തോ ഒരു ഭയപ്പാട് പറഞ്ഞോണ്ടാ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു. പുഴയിലൂടെയും ദുർഘടമായ വഴികളിലൂടെയും നിങ്ങൾ നടത്തിയ സാഹസികതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ഗോപിനാഥ് സാർ എപ്പോഴും പറയുമായിരുന്നു, ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കുമ്പോഴാണ് നല്ല സിനിമ ജനിക്കുന്നതെന്ന്. ഈ ഒരു സാഹസിക അനുഭവത്തിൽ ഏറ്റവും വികാരപരമായി നിങ്ങൾക്ക് തോന്നിയ അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതേതാണ്? കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാനായി ഉടുമുണ്ടുകൊണ്ട് മറപ്പര തീർത്ത ആ സൗഹൃദം എന്റെ നാടിന്റെ നന്മയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇതൊരു നാടിന്റെ നന്മയാണ്, നൈർമല്യമാണ്. ഇനിയും വൻ നഗരങ്ങൾ വമിക്കുന്ന വിഷപ്പുക ഏശിയിട്ടില്ലാത്ത ഒരു ഗ്രാമത്തിന്റെ സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് ഗോവിന്ദപുരത്തു നിന്നും ക്യാമറാമാൻ കിഷോറിനൊപ്പം അമൃത, AV TV. നിനക്കൊന്ന് ഫോൺ വിളിച്ച് പറയായിരുന്നില്ലേ സിധു? ഞാനെന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യായിരുന്നല്ലോ. ഇതിപ്പോ വാട്സപ്പില് വാർത്ത കണ്ടിട്ട് ഫ്രണ്ട്സ് പറയുമ്പോഴാ എന്റെ നാട്ടിൽ നടന്നൊരു സംഭവം ഞാൻ തന്നെ അറിയുന്നത്. ഹൗസ് സർജൻസി കഴിഞ്ഞിട്ട് ഇതുപോലൊരു ഓണം കയറാ മൂലയിലാണ് നമ്മുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതെങ്കിൽ പെട്ടുപോയത് തന്നെ. ഇവിടെ എങ്ങാനോട് ജനിച്ചിരുന്നെങ്കിൽ പറമ്പിൽ പ്രസവിക്കേണ്ട അവസ്ഥ വന്നേനെ. വിനോദ്, ഇതെന്റെ ബാല്യകാല സുഹൃത്ത് സിധു. ഹായ്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നിട്ടും തുടർന്ന് പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് കുലത്തൊഴിലായ തിറയിലേക്കും പാരമ്പര്യ വൈദ്യത്തിലേക്കും ഒക്കെ തിരിയേണ്ടി വന്നു. നാട്ടിൽ അറിയപ്പെടുന്ന വൈദ്യനായി നല്ല കൈപുണ്യവും. പഠിച്ചിറങ്ങി കഴിഞ്ഞാ എനിക്ക് ജോലി ഉണ്ടാവോ ആവോ.
നിന്റെ തയ്യൽ പഠനം എന്ത് മാത്രമായി? ഷർട്ട് ഷഡ്ഡിയൊക്കെ തയ്ക്കാൻ പഠിച്ചോ? നിനക്ക് സ്വന്തമായി തയ്യൽ കട തുടങ്ങാനുള്ള എല്ലാ സഹായവും ഈ അജയൻ ചേട്ടൻ ചെയ്തു തരും. നിന്റെ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാലായി നീ ഇങ്ങനെ വളർന്ന് വികസിക്കുന്ന ശ്രദ്ധിക്കുന്നു. നിന്നൊന്ന് ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണ്ടേ നീ എന്തുമാത്രം സുന്ദരിയാണെന്നൊന്ന് പറയേ. വഴി മാറാ ചേട്ടാ. നിക്ക്. കാവിലെ ദേവീ ശില്പം പോലെ സുന്ദരിയായ ഒരു യുവതി എന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ എളുപ്പത്തിൽ അങ്ങ് വഴിമാറണം മോളെ. നിങ്ങളുടെ ഈ സൗന്ദര്യ വർണ്ണനയിലെ മറ്റു പെണ്ണുങ്ങൾ വീഴുമായിരിക്കും. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. ഞാനേ സിദ്ധാർത്ഥന്റെ പെങ്ങളാണ്. അജയൻ ചേട്ടാ, നിങ്ങൾ ഈ നാട്ടില് നല്ല നിലയും വിലയും ഉള്ള ആളല്ലേ. ഞങ്ങളൊക്കെ പാവങ്ങള് ജീവിച്ചു പോയിക്കോട്ടെ. എന്നെ അങ്ങനെ ഒഴിവാക്കാണോ? ഞാനൊരു സൗന്ദര്യ ആരാധകനായി പോയില്ലേ. പോരാത്തിന് നിങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ മെമ്പറും. ഇതാത്ത, ഇന്നും ആ കാമദേവൻ കരണ്ടാൻ വന്നു. ഉപ്പോക്കി ഓന്റെ നാവെല്ലാം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടാവും.